ബംഗളൂരുവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ കോളേജ് ക്യാമ്പസിനുള്ളിൽ ബലാത്സംഗം ചെയ്തു. ആൺകുട്ടികളുടെ ശുചിമുറിയിൽ വെച്ചാണ് ബലാത്സംഗം നടന്നത്. സംഭവത്തിൽ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥി അറസ്റ്റിലായി. മുഹമ്മദ് റഹീസുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, എന്നാണ് ഈ സംഭവം നടന്നത്? ഈ പിടിയിലായിരിക്കുന്ന ആളുടെ പശ്ചാത്തലം? ഒക്ടോബർ 10-ാം തീയതിയാണ് ഈ സംഭവം നടന്നതെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് പോലീസിന് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. ബംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ കോളേജിനുള്ളിൽ, ക്യാമ്പസിനുള്ളിൽ ഇത്തരത്തിലൊരു ബലാത്സംഗം നടന്നിരിക്കുന്നത്. 21-കാരനായ ഒരു വിദ്യാർത്ഥിയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി 5ാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടി നിലവിൽ 6ാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് 7ാം സെമസ്റ്ററിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. നേരത്തെ ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. പിന്നീട് ഈ ആൺകുട്ടി ഇയാൾ ഇയർ ബാക്ക് ആവുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾ ഈ പെൺകുട്ടിയുടെ ക്ലാസ്സിലല്ലാതായത്. ശേഷം ഇവർ കഴിഞ്ഞ ദിവസം കോളേജിൽ വെച്ച് കണ്ടിരുന്നു, ഇവർ സംസാരിച്ചിരുന്നു. അതിനിടയിലാണ് കോളേജിലെ ഇവരുടെ ബ്ലോക്കിലെ 7ാമത്തെ നിലയിലേക്ക് വരാൻ വേണ്ടി ഈ പെൺകുട്ടിയെ ഇയാൾ നിർബന്ധിച്ചത്. എന്നാൽ പെൺകുട്ടി അവിടേക്ക് പോകാൻ തയ്യാറായില്ല. ശേഷം പെൺകുട്ടി മറ്റൊരു റൂമിലേക്ക് പോയതിനു ശേഷം തിരികെ വരുമ്പോൾ ക്യാമ്പസിലെ ആൺകുട്ടികളുടെ വാഷ്റൂമിനകത്ത് വെച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് പരാതിയിലുള്ളത്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഇയാൾ തകർത്തു കളയുകയും ചെയ്തു. അങ്ങനെ എന്തായാലും പെൺകുട്ടി ഈ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ. ശരി, മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗളൂരുവിലാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥി ശുചിമുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.